ജീവജലം തന്നെന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഏഴ് ഉത്സവങ്ങൾ നിയമിച്ചു. ഒന്ന് പെസഹ, രണ്ട് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, മൂന്ന് ആദ്യഫലം കറ്റയുടെ പെരുന്നാൾ, നാല് പെന്തക്കോസ്ത് പെരുന്നാൾ, അഞ്ച് കാഹളധ്വനിയുടെ പെരുന്നാൾ, ആറ് മഹാപാപപരിഹാര ദിവസം, ഏഴ് കൂടാരപ്പള്ളി. ഈ പെരുന്നാളുകൾ കൊടുക്കാനുള്ള കാരണങ്ങൾ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. പലയിടത്തായിട്ട് അത് കിടക്കുന്നു. അതിലൊന്ന്, എന്തിനാണ് ഈ ഉത്സവങ്ങൾക്ക് കൊടുക്കുന്നത്? ഒന്ന്, ജാതികളുടെ ഉത്സവങ്ങൾ ദൈവജനം അനുകരിക്കാതിരിക്കാൻ. ഇപ്പം ദൈവജനത്തിന് ഉത്സവം ഇല്ലെങ്കിൽ നമുക്ക് ഉത്സവമില്ല, ജാതികൾക്ക് ഉത്സവമുണ്ട്. അപ്പം അതിലാകൃഷ്ടതാകും. ആ ജാതികളുടെ ഉത്സവം ഇവരനുകരിക്കും. അതുണ്ടാകാതിരിക്കാനാണ് ഈ ഉത്സവങ്ങൾ ദൈവം നിയമിച്ചു കൊടുക്കുന്നത്. അതിന് വാക്യമുണ്ട് പഴയ നിയമത്തിൽ. അതാണ് ഒന്നാമത്തെ ഉദാഹരണം. രണ്ട്, ഈ ഉത്സവ ദിവസങ്ങളിൽ ദൈവജനം ഒന്നിച്ചു കൂടിയായി ഈ ഉത്സവം ആചരിക്കുന്നത്. അപ്പോൾ ഇവരൊന്നിച്ചു കൂടുമ്പോൾ ഇവിടെ സംഖ്യാബലം കണ്ടിട്ട് ശത്രുരാജ്യം ആക്രമിക്കാതിരിക്കാൻ. അപ്പോൾ ഇവർ ചെറിയ കൂട്ടമല്ല, വൻ ശക്തിയാണ്, ആൾബലമുണ്ട്. അതുകൊണ്ട് ശത്രുക്കൾ ആക്രമിക്കാനായിട്ട് വരത്തില്ല. അതാണ് രണ്ടാമത്തെ കാരണം. ശത്രുക്കൾക്ക് ഭയമുണ്ടാകാൻ, ആക്രമിക്കാതിരിക്കാൻ. അതിനും വാക്യങ്ങൾ പഴയ നിയമത്തിൽ പലയിടത്തായിട്ടുണ്ട്. മൂന്നാമത്, ഈ ഉത്സവം കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം ദൈവസന്നിധിയിൽ സന്തോഷിക്കാൻ. ഇത് സങ്കീർത്തനത്തിൽ അത് എടുത്തു പറയുന്നുണ്ട്. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷസ്വരത്തോടെ. അപ്പോൾ ഉത്സവം ആചരിക്കുന്ന ദൈവജനത്തിന് സന്തോഷമുണ്ട്. അപ്പോൾ ദൈവസന്നിധിയിൽ സന്തോഷിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ എന്നും കുന്നും ഇങ്ങനെ കരഞ്ഞും വേർത്തും വേദനിച്ചും പോകുന്നത് ദൈവം ഉദ്ദേശിക്കുന്നില്ല. അത് പുതിയ നിയമത്തിലുണ്ട്. കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, അല്പസമയം നിങ്ങൾ വേദിട്ട് ആശ്വസിച്ചു കൊള്ളി. അല്ലാതെ 24 മണിക്കൂർ ഇങ്ങനെ നടന്ന ശുശ്രൂഷയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോവുകയല്ല. അല്പസമയം വേദിട്ട് ആശ്വസിക്കാൻ പറഞ്ഞ് ഇവരെ ആശ്വസിപ്പിക്കാനായിട്ട് സമയം കൊടുക്കുന്നു. അവർ പുതിയ നിയമത്തിലും അത് അനുവദനീയമാണ്. ഈ ശബത്ത് കൊടുക്കാനായിട്ടുള്ള കാരണം 6 ദിവസം വേല ചെയ്ത് 7-ാം ദിവസം ശബത്ത് സ്വസ്ഥത ആചരിക്കണം. അതെല്ലാത്തിനും ശബത്തുണ്ട്. ദേശത്തിന് ശബത്തുണ്ട്. 6 ദിവസം വിതയ്ക്കണം. 7-ാം വർഷം നിലം വെറുതെ ഇടണം. അപ്പം ദേശത്തിന് ശബത്ത് കൊടുക്കണം. അതിൽ നിന്നാണ് ഈ ആഴ്ചയിൽ ഒരു ദിവസം അവധി വരാൻ കാരണം. ഈ ബൈബിളിൽ തന്നെയാണ് 7-ാം ദിവസം ശബത്ത്, സ്വസ്ഥത. അപ്പം ദൈവജനത്തിന് ആരോഗ്യപരമായി സ്വസ്ഥത, അത് ആരോഗ്യത്തിന് നല്ലതാണ്. ആ നിലയിൽ ശബത്ത് ദൈവം കൊടുക്കാനിടയായിട്ട് നമ്മൾ ഈ ഉത്സവമാണല്ലോ ചിന്തിച്ചു വരുന്നത്. അപ്പോൾ ഉത്സവം കൊടുക്കാനുള്ള കാരണം ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാൻ വേണ്ടിയാണ്. നമുക്ക് ഇത്രയും സമയം ഇവിടെ ആയിരിക്കാൻ സന്തോഷിക്കാനൊക്കെ കർത്താവ് തന്നെ. പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ സന്തോഷം റോമാലേഖനം 14-ാം അധ്യായം 16-ാം വാക്യമാണ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവുമാണ്. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സന്തോഷം. അപ്പോൾ തന്നെ ഈ വക സന്തോഷങ്ങളും
വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, അനുവദനീയമാണ്. കർത്താവ് നമ്മളെ എത്രത്തോളം സഹായിച്ചല്ലോ. തുടർന്ന് കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാം. നമ്മുടെ പ്രാർത്ഥന. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സജീവിതാവേ, രാവിലെ സമയം മുതൽ ഈ പാർക്കിൽ അടിങ്ങൾക്ക് കടന്നു വന്ന് ഭക്ഷിക്കുവാൻ, പാനം ചെയ്യുവാൻ, കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ സന്തോഷിക്കുവാൻ തന്ന ഈ നല്ല അവസരത്തിനായിട്ട് നന്ദി കരുതിയിട്ടുണ്ട്. ദൈവജനത്തിൻ്റെ ഐക്യത, കർത്താവെ തമ്മിൽ തമ്മിലുള്ളതായ സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുവാൻ, കർത്താവെ